ഗായികയാണ് ഇത് പാടാൻ പോകുന്നത്. ദേവിയെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് ദേവിക മനോഹരമായിട്ട് ഗാനങ്ങൾ ആലപിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ഒരു ഗായികയാണ്. കൊടുങ്ങല്ലൂർ നഗരസഭയിലെ 32ാം വാർഡിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള കൗൺസിലർ കൂടിയാണ്. അപ്പൊ നല്ലൊരു കൈയ്യടി നൽകിക്കൊണ്ട് കലാഭവൻ മണിയുടെ വളകിലിക്കണ കുഞ്ഞോടെ നിങ്ങൾക്കായിട്ട് പല ആലപിക്കുകയാണ്. റഗാസ ഫോക്ക് ബാൻഡ് കൊടുങ്ങല്ലൂർ, ദ വോയിസ് ഓഫ് ഗേൾസ്. വളകിലിക്കണ കുഞ്ഞോളെ ചിരി പൊഴിക്കണ മുത്തോളെ വഴിയരികില് പൂത്ത് നിൽക്കണ പൊന്നാരെ തനിച്ചിരിക്കണ നേരത്തെ അടുത്ത് വന്നവനാരാണ് അവനൊരിക്കൽ ചൊന്ന കാര്യം എന്താണ് വെയില് കൊള്ളണ നേരം മഴ തന്നവനാര് മാറ്ററിഞ്ഞൊരു മൈനക്കെന്തിനു പൊന്നെ ഇളമാനിനേക്കാൾ നീളമുള്ള കണ്ണ് കണ്ണ് വളകിലിക്കണ കുഞ്ഞോളെ ചിരി പൊഴിക്കണ മുത്തോളെ വഴിയരികില് പൂത്ത് നിൽക്കണ കലാഭവമണി ജീവിച്ചിരുന്നപ്പോൾ ഈ പാട്ടിന് ഇത്ര വലിയ പ്രചാരം ഉണ്ടായിരുന്നില്ല. പലപ്പോഴും നമുക്ക് അങ്ങനെയാണല്ലോ, ഇത്തരത്തിലുള്ള നാടൻപാട് കലാകാരന്മാരൊക്കെ വിസ്മരിക്കപ്പെടുന്ന അവരുടെ മരണശേഷമായിരിക്കും ഒരുപക്ഷെ അതൊക്കെ ആഘോഷിക്കുക. കലാഭവനി നമുക്കറിയാം, നാടൻപാട്ട് കലാരൂപത്തിന് വലിയ രീതിയിലുള്ള ജനപിന്തുണയും സാധാരണ മനുഷ്യരിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുള്ള വലിയ വ്യക്തിത്വമാണ്. വിണ്ണിൽ താരമായിരിക്കെ മണ്ണിൽ സാധാരണക്കാരോടൊപ്പം നിലകൊണ്ടിരുന്ന ഒരു അടിസ്ഥാന വർഗത്തിന്റെ പ്രതിനിധി കൂടിയാണ്. നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്ന അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ സമർപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു പാട്ട് പാടിയിട്ടുള്ളത്. ഇവിടെ അടുത്തതും ഇതേപോലെ തന്നെ മറ്റൊരു മനോഹരമായ ഗാനത്തിലേക്കാണ് നിങ്ങൾ എല്ലാവരുടെയും ശ്രദ്ധ ക്ഷണിക്കുന്നത്. അതിനോടൊപ്പം തന്നെ നമുക്ക് അറിയാവുന്നവരെ കാരിക്കോടുള്ള ഈ ഒരു സ്ഥാപനം നിങ്ങൾ എല്ലാവരും സന്ദർശിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ തൃശ്ശൂരിലെ 90 FM RJ ആണ്. എന്നോടൊപ്പം തന്നെ പല പരിപാടികളിലും ഒരുമിച്ച് സഹകരിക്കാറുള്ള റേഡിയോ ആർട്ടിസ്റ്റ് കൂടിയാണ് രഞ്ജി നായർ. രഞ്ജി നായർ ഇവിടെ ഉണ്ട്, എവിടെയാണെന്ന് എനിക്കറിയില്ല, പക്ഷെ എന്നിരുന്നാൽ പോലും ആ ഒരു സന്തോഷം കൂടെ പങ്കുവയ്ക്കുകയാണ്. അപ്പൊ എല്ലാവരും സപ്പോർട്ട് നൽകണം. അതുപോലെ തന്നെ നമ്മളോടൊപ്പം അന്നത്തെ ആദ്യ വിൽപ്പന നടത്തിയിട്ടുള്ള ഷൈനി റോബിസ്റ്റും കൂടി ഇവിടെ ഉണ്ട്. ഞാൻ ഹൃദയത്തിന്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുകയാണ്. അപ്പൊ ഒരിക്കൽ കൂടെ എല്ലാവരും നല്ലൊരു കൈയടി കൊടുത്ത ഈ ഒരു പാട്ടിന് നല്ലൊരു കൈയടി.
താങ്ക് യു വെരി മച്ച്. അടുത്തത് ഇതേപോലെ തന്നെ അടിച്ചു പൊളിക്കാവുന്ന ഒരു പാട്ടാണ് കേട്ടോ. ഞങ്ങളോടൊപ്പം പാടിയും നമുക്കറിയാം മുല്ലനേഴി മാഷിന്റെ ഒരു കവിതയിൽ പറയുന്നുണ്ട്, ഞങ്ങളും നിങ്ങളും ഒന്നാണ്. അതായത് ഞങ്ങളില്ല നിങ്ങളില്ല, നമ്മൾ ഒന്നാണെന്നാണ് പറയുന്നത്. അമ്മയും നന്മയും ഒന്നാണ്, ഞങ്ങളും നിങ്ങളും ഒന്നാണെന്നാണ് പറയുന്നത്. അതായത് ഞങ്ങളില്ല നിങ്ങളില്ല, നമ്മൾ ഒന്നാകുന്ന ഒരു വേദിയാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെ അല്ലെ. അതിനും കൂടെ വേണ്ടിയിട്ടാണ് വീരാൻകുട്ടി മാഷിന്റെ ഒരു കവിതയിൽ പറയുന്നുണ്ട്, അതായത് ചില്ലകൾ തമ്മിൽ തൊടുമെന്ന് പേടിച്ച് മനുഷ്യൻ അകറ്റി നട്ട മരങ്ങളുടെ അടിവേരുകൾ മണ്ണിനടിയിൽ കെട്ടിപ്പുണർന്ന് കിടക്കുകയാണ് അല്ലെ. എല്ലാ മനുഷ്യരും അങ്ങനെയാണ്, കാണുമ്പോൾ പല തരത്തിലായിരിക്കാം, പല നിറത്തിലായിരിക്കാം, പല ജാതി, പല മതം, പല വിശ്വാസങ്ങൾ. പക്ഷെ മനുഷ്യരെല്ലാവരെയും ഒരുമിച്ച് ചേർക്കുന്നത് ആ അടിവേരുകളാണ്, മനുഷ്യൻ എന്നുള്ള ഒരൊറ്റ അടിവേരുകളാണ്. അതുണ്ടാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കിപ്പോൾ വർഷയാണ് മനോഹരമായ ഒരു അടിപൊളി പാട്ട്. നമുക്കറിയാമല്ലേ, നമ്മുടെ ഒരു കാലഘട്ടത്തില് എള്ളുണ്ട എന്നുള്ളതൊരു വിശേഷപ്പെട്ട ഒരു വിഭവം തന്നെയാണ്. അത് തിന്നാനുള്ള ആഗ്രഹത്തെ കുറിച്ചുള്ള ഒരു പാട്ടാണ്. വർഷ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഗായിക കൂടിയാണ്. വർഷയ്ക്ക് നല്ലൊരു കൈയ്യടി നൽകിക്കൊണ്ട് എള്ളുണ്ട തിന്നാൻ മോഹം എന്നുള്ള പാട്ട് റഗാസ ഫോക്ക് ബാൻഡ് നിങ്ങൾക്കായിട്ട് ആലപിക്കുകയാണ്. ഇവിടെ എല്ലാവരും ആസ്വദിക്കുക. ഒന്നാനാ പൂവരമ്പിനരികരികെ പോകണ നേരോ ഒരു കൂട്ടോ പെണ്ണും മക്കളും തറുതരാ നടക്കണ കണ്ട് ഒല്ലോലോ വാടി നടക്കണ എന്റെ തീരുമന കണ്ടപ്പോ ദില്ലലോ ദില്ലലലോ ദില്ലേ ദില്ലലോ ദില്ലലോ ദില്ലലലോ ദില്ലേ ദില്ലലോ ദില്ലലോ ദില്ലലലോ ദില്ലേ ദില്ലലോ ദില്ലലോ ദില്ലലലോ ദില്ലേ ദില്ലലോ എല്ലുണ്ടാ ദില്ലലലോ നിക്കരി കൂടി എല്ലുണ്ടാ ഹോദി ഹോദി തൊട്ട ഞാനേ എല്ലുണ്ടാ ദില്ലലലോ നിക്കരി
വളരെയധികം സന്തോഷപ്പെടപ്പെട്ട ഒരു മനോഹരമായിട്ടുള്ള ഒരു പാട്ട് അല്ലേ? ഈ പാട്ട് ഇഷ്ടപ്പെട്ടത് എല്ലാവരും ചേർന്നുള്ള കൂവിയൊക്കെ കേട്ടെ, കൈയടിച്ചിട്ട് എനിക്ക് ഇവിടേക്ക് കേൾക്കുന്നതേയില്ല. ഇതാണ് വേണ്ടുന്നത്, ഇത് തന്നെയാണ് വേണ്ടത്, ഇതാണ് ഞങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ പ്രോത്സാഹനം അല്ലെ. ഞാൻ ഇവിടെ ജീവിച്ചിരുന്നു എന്നുള്ളതിന് തെളിവായി ഒരു കൂവലെങ്കിലും അവശേഷിപ്പിച്ചിരുന്നെങ്കിൽ എന്നാണ് പി രാമേന്ദ്രന്റെ ഒരു കവിതയിൽ പറയുന്നത്. ഈ കൂവലും കയ്യടിയും തന്നെയാണ് പ്രിയപ്പെട്ടവർ ഞങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ പ്രോത്സാഹനം. കൂവിയും കൈയടിച്ച് ഞങ്ങളോടൊപ്പം ആടിയും പാടിയും ഒരുമിച്ചുണ്ടാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക് പോവുകയാണ്. അടുത്ത പ്രിയപ്പെട്ടവരെ പാലക്കാടിന്റെ തനത് സംഗീതമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ല, അതായത് പൊറോട്ട നാടക പാട്ട്, അതിൽ തന്നെ ആ വിഭാഗത്തിൽ തന്നെ പെട്ടിട്ടുള്ള മനോഹരമായ മറ്റൊരു പാട്ടിലേക്കാണ് കിടക്കുന്നത്. മാണിക്യക്കല്ലിനെ ഞാൻ അറിയുന്നുള്ള ഒരു പാട്ട്. ഹിമാ ഷിജോയാണ് ഈ പാട്ട് പാടുന്നത്. എല്ലാ പാട്ടുകളും എല്ലാവരും ആസ്വദിച്ച ശേഷം മാത്രമേ പോകാൻ പാടുള്ളൂ. വൈകിയാണ് തുടങ്ങിയത്, പക്ഷെ എന്നിരുന്നാൽ പോലും എല്ലാ പാട്ടുകളും പാടി നിങ്ങളെ രസിപ്പിച്ച ശേഷം മാത്രമേ പോവുകയുള്ളൂ എന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് റഗാസ ഫോക്ബൻ കൊടുങ്ങല്ലൂരിൽ നിന്നാണ് ആരംഭിച്ചത്. കേരളത്തിനകത്തും പുറത്തും വിവിധയിടങ്ങളിൽ നിരവധി പരിപാടികളിലൂടെ ജനമനസ് കീഴടക്കിയിട്ടുള്ള ഒരു സംഘം കൂടിയാണ്. എന്റെ പുറകിൽ നിങ്ങൾക്ക് കാണാവുന്നത് പോലെ പെൺകുട്ടികളാണ് പാട്ടുകൾ പാടുന്നത്. അപ്പൊ പെൺകുട്ടികളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ഈ കാലഘട്ടത്തിന്റെ അനിവാര്യത കൂടിയാണ് അല്ലെ. സ്ത്രീ ശാക്തീകരണത്തിന്റെ കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ വളർന്നു വരുന്ന തലമുറയിൽ സ്ത്രീകളുടെ ശാക്തീകരണം കൂടേണ്ടത് കൂടിയുണ്ട്. അപ്പൊ അവരെ പ്രോത്സാഹിപ്പിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പാലക്കാടിന്റെ തനത് സംഗീതമായ പൊറാട്ട് നാടക പാട്ട് മാണിക്യക്കല്ലിനെ എന്നുള്ള പാട്ട് നിങ്ങൾക്കായിട്ട് ആലപിക്കുന്നത് ഹിമാ ഷിജോ. മാണിക്യക്കല്ലിനെ മാണിക്യക്കല്ലിനെ
സമയത്താണ് ഞങ്ങൾ ഈ പരിപാടി ബുക്ക് ചെയ്തത്. കണ്ണൻ എന്ന് വിളിക്കുന്ന എക്സിക്യൂട്ടീവ് മെമ്പർ, ക്ഷേത്രാഘോഷ കമ്മിറ്റിയുടെ എക്സിക്യൂട്ടീവ് മെമ്പറായിട്ടുള്ള ശ്രീജിത്തിന് പ്രത്യേകം നന്ദി അറിയിക്കാൻ ഒരു അവസരം വിനിയോഗിക്കുകയാണ്. നല്ലൊരു കയ്യടി നൽകണം കേട്ടോ. ശ്രീജിത്ത് അടക്കമുള്ള നിരവധി ആളുകളുടെ വലിയ രീതിയിലുള്ള പ്രയത്നത്തിന്റെ ഫലമായിട്ടാണ് കഴിഞ്ഞ 11 ദിവസങ്ങളിലെ നിരവധി പരിപാടികളും വലിയ രീതിയിൽ ആഘോഷങ്ങളും ഒക്കെ നടന്നതിന്റെ കാരണവും അത് തന്നെയാണ് അല്ലെ. ഏതൊരു പരിപാടിക്കും ചുക്കാൻ പിടിക്കുന്നവർക്കൊപ്പം തന്നെ സാധാരണക്കാരായ നിരവധി മനുഷ്യരുടെ വലിയ രീതിയിലുള്ള പ്രയത്നമുണ്ട്. സാധാരണ നമ്മളത് കാണാറില്ല. ഒരു നാടിന്റെ ഏറ്റവും വലിയ ഭാഗ്യവും അത് തന്നെയാണ് അല്ലെ. കലയുടെ സംസ്കാരത്തിലൂടെ സാമൂഹ്യമായിട്ടുള്ളൊരു പുരോഗതി ലക്ഷ്യം വയ്ക്കുന്ന മനുഷ്യരാണ് അവർ. അവർക്ക് ഞാൻ ഒരിക്കൽ കൂടി അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഇവിടെ അടുത്തത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടിലേക്കാണ് പോകുന്നത്. 30 മുക്കോടി അടുത്ത കാലഘട്ടത്തിൽ ഇറങ്ങിയിട്ടുള്ള ഏറ്റവും നല്ലൊരു പാട്ടാണ് അല്ലെ. ഇഷ്ടമുള്ളവരൊന്ന് കൈയടിച്ച് എല്ലാവരും ചേർന്ന് വാവ്. അത് തന്നെ 30 മുക്കോടി ദേവകൾക്കെന്നും ഈശ്വരനല്ലോ അല്ലെ. പറശ്ശിനിക്കടവ് മുത്തപ്പനെ കുറിച്ചുള്ള ഒരു പാട്ടാണ്. നമുക്കറിയാം മുത്തപ്പനെ കുറിച്ച് പറയുമ്പോൾ വിശ്വാസമുള്ളവർക്കും ഇല്ലാത്തവർക്കും ഒരേ നിലയിൽ ആരാധിക്കുന്ന ഒരു ദൈവം കൂടിയാണ് മുത്തപ്പൻ. അപ്പൊ മുത്തപ്പനെ കുറിച്ചുള്ള ഒരു പാട്ട് ശ്രീലക്ഷ്മിയാണ് നമുക്ക് വേണ്ടിയിട്ട് ഇവിടെ പാടാൻ പോകുന്നത്. ശ്രീലക്ഷ്മി അവസാന വർഷ ബിരുദ വിദ്യാർത്ഥിനി കൂടിയാണ്. ഒരു സന്തോഷം കൂടെ പങ്കുവെച്ചുകൊണ്ട് പ്രിയപ്പെട്ടവര് മുത്തപ്പനെ കുറിച്ചുള്ള ഒരു പാട്ട് നിങ്ങൾക്കായിട്ട് ആലപിക്കുന്നു. റഗാസ ഫോക്ക് ബാൻഡ് കൊടുങ്ങല്ലൂർ. ശ്രീലക്ഷ്മിയാണ് നിങ്ങൾക്കായിട്ട് ഈ പാട്ട് പാടുന്നത്. 30 മുക്കോടി ദേവകൾക്കെന്നും മുത്തപ്പനെന്നും ഈശ്വരനല്ലേ. ഏഴരിൽ തോഴനായി വന്നുദിച്ചില്ലേ പാലാഴിനാഥന്റെ അംശമങ്ങല്ലേ. പാർവതിക്കു പ്രാണനായുള്ള മുത്തേ എന്നെ കൈവിടിയല്ലേ. സങ്കടങ്ങൾ ചൊല്ലിടാം തമ്പുരാനേ ഓ തെയ്യാറക്കാരാ. പാർവതിക്കു പ്രാണനായുള്ള മുത്തേ എന്നെ കൈവെടിയല്ലേ. സങ്കടങ്ങൾ ചൊല്ലിടാം തമ്പുരാനേ ഓ തെയ്യാറക്കാരാ. പാലാഴി
കൂവല് പോരാ, നല്ലൊരു കൂവലായിക്കോട്ടെ എല്ലാവരും ചേർന്ന്. ഇത് തന്നെയാണ് വേണ്ടത്. പ്രിയപ്പെട്ടവർ, വളരെയധികം സന്തോഷം. മനോഹരമായ ഒരു പാട്ട് അല്ലേ? അടുത്ത പാട്ടും ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പാട്ടാണ് കേട്ടോ. നമുക്കറിയാം 33 കോടി ദേവകളിൽ നമ്മൾ ആരാധിക്കുന്ന ഒരു വിഭാഗമാണ് സർപ്പങ്ങളും നാഗങ്ങളും അല്ലെ. ഹിന്ദു മതാചാരപ്രകാരം നമ്മൾ ആരാധിക്കുന്നത്, നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും വലിയ സംസ്കാരം, അതായത് ആദിമ സംസ്കാരം തന്നെ രൂപപ്പെടുന്നത് സിന്ധു നദീതട സംസ്കാരത്തിൽ നിന്നാണ്. ഇന്ത്യയുടെ ഏറ്റവും വലിയ സംസ്കാര പാരമ്പര്യവും അത് തന്നെയാണ്. അത്തരത്തിൽ എല്ലാത്തിനെയും ആരാധിക്കുകയും മറ്റുള്ളവർക്ക് റെസ്പെക്ട് കൊടുക്കുകയും ചെയ്യുന്ന ഒരു മതം കൂടിയാണ് ഹിന്ദു മതം എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിലുള്ള അതായത് നമ്മൾക്കറിയാം പോലെ ഭക്തിയിൽ ഏറ്റവും കൂടുതൽ ആചാരാനുഷ്ഠാനങ്ങളിലെ ഒരു ദൈവസങ്കല്പം എന്ന് പറയുന്നത് നാഗാരാധനയാണ് അല്ലെ. അത്രയും വിശുദ്ധിയോട് കൂടിയിട്ട് ആരാധിക്കേണ്ടത് കൂടിയാണ് നാഗങ്ങളെയും സർപ്പങ്ങളെയും ഒക്കെ. അത്തരത്തിലുള്ള ആടി വരുന്നത് ആ നാഗം എന്നുള്ളൊരു പാട്ടാണ് നിങ്ങൾക്കായിട്ട് പാടാൻ പോകുന്നത്. അതിന് മുന്നോടിയായിട്ട് നമുക്കറിയാം രാമായണ മാസമാണല്ലേ, കർക്കിടക മാസം രാമായണവും ഭക്തിസാന്ദ്രവുമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. ഒരിക്കല് രാമരാവണ യുദ്ധം കഴിഞ്ഞിട്ട് രാവണനെ വധിച്ച് സീതയെ വീണ്ടെടുത്ത ശേഷം അവർ തിരിച്ചു പോരാൻ നേരത്തെ വിഭീഷണനാണ് രാജഭാരം കൊടുക്കുന്നത് അല്ലെ. അപ്പൊ വിഭീഷണൻ രാമനും ലക്ഷ്മണനും അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ ഒരു വിരുന്ന് നൽകുകയുണ്ടായി. അപ്പൊ വിരുന്നിന് പോകുമ്പോൾ രാമൻ ലക്ഷ്മണന്റെ അടുത്ത് പറയുകയാണ്, അനുജ, നമ്മൾ പോകുന്നത് വലിയ സമ്പത്തുള്ള ഒരു കൊട്ടാരത്തിലേക്കാണ്, വിഭീഷണന്റെ കൊട്ടാരത്തിലേക്ക്. അവിടെ ചെല്ലുമ്പോൾ ആ സമ്പത്തിലും അതിന്റെ അധികാരത്തിലും അതേപോലെ തന്നെ അതിന്റെ സമ്പൽ സമൃദ്ധിയിലൊക്കെ മയങ്ങി നമ്മൾ തിരിച്ചു പോരാൻ വൈകരുത്. അപ്പൊ ലക്ഷ്മണൻ ചോദിക്കുക, അതെന്താണ് ജ്യേഷ്ഠ അതിന് കാരണം? അപ്പൊ രാമൻ പറയുന്നൊരു ഉത്തരമുണ്ട്. കാരണം നമ്മൾ പോന്നിട്ട് കുറെ കാലമായി, നമ്മളെ കാത്ത് നമ്മുടെ മാതൃരാജ്യവും നമ്മുടെ മാതാക്കളും കാത്തിരിക്കുകയാണ്. മാതൃരാജ്യം പോലെ തന്നെ മാതാവും നമ്മളെ കാത്തിരിക്കുകയാണ് അല്ലെ. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് നമ്മുടെ മാതൃരാജ്യവും മാതാവും തന്നെയാണ്. നിരവധി അമ്മമാർ ഇവിടെ ഇരിക്കാതെ സീറ്റ് കിട്ടാതെ നിൽക്കുന്നുണ്ട്. അപ്പോൾ പ്രായം കുറഞ്ഞ ആളുകളൊക്കെ ആ അമ്മമാർക്ക് സപ്പോർട്ട് ചെയ്യണം, അവർക്കൊരു സ്ഥലം ഒരുക്കി കൊടുക്കണമെന്നാണ് ഞാനീ പറഞ്ഞതിന്റെ സാരം. ഒരിക്കൽ കൂടെ എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആടി വരുന്നത് ആ നാഗം എന്നുള്ള മനോഹരമായ ഒരു നാഗപ്പാട്ട് നിങ്ങൾക്കായിട്ട് ആലപിക്കുകയാണ്. നമുക്കറിയാം ഒരു അരണ്ട വെളിച്ചത്തിലെ കാവുകളിൽ നിന്നും നമ്മുടെ ഹൃദയത്തിലേക്ക് ഒരു കരിനാഗം ഇറങ്ങി വരുന്ന പ്രതീതി ലഭിക്കുന്ന ഒരു പാട്ട് കൂടിയാണ് ഈ പാട്ട്. എല്ലാവരും ഏറ്റെടുക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഹിമ ഷിൻജോ മനോഹരമായിട്ട് ഈ ഒരു ഗാനം നിങ്ങൾക്കായിട്ട് ആലപിക്കുകയാണ്. ആടി വരുന്നത് ആ നാഗം. ആടി വരുന്നിതാ നാഗം, ആ നാഗത്തിൻ ലക്ഷണം ചൊല്ലേ. 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 ആടി വരുന്നിതാ നാഗം, ആ നാഗത്തിൻ
താങ്ക് യു വെരി മച്ച്. വളരെയധികം സന്തോഷം ഒരുപാട് ഒരു മനോഹരമായിട്ടുള്ള ഒരു പാട്ടില് ഭക്തിക്കപ്പുറത്ത് ഈ ഒരു പാട്ട് കേൾക്കുമ്പോൾ ഒരു കൊടുങ്കാട്ടിൽ നിന്ന് ഒരു കരിനാഗം നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വരുന്ന പ്രതീതി അല്ലേ? അത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. നമ്മുടെ ഭക്തിയുടെയും ഏറ്റവും വലിയ സാന്ദ്രത അത് തന്നെയാണ് അല്ലെ? ആചാരാനുഷ്ഠാനത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ജീവിതവ്രതവും നമ്മളൊക്കെ ഭക്തിപരസരം നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നാഗാരാധന നമുക്ക് എല്ലാവർക്കും ഏറ്റവും പ്രിയപ്പെട്ടാണ്. അത്യന്തം അതിന്റെ ശുദ്ധിയോടുകൂടി തന്നെ ആരാധിക്കണം എന്നുള്ള ഒരു തത്വം കൂടി ഇതിനോടൊപ്പം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. വളരെയധികം സന്തോഷം. നിരവധി പാട്ടുകൾ ഇനി നിങ്ങളെ കാത്തിരിക്കണം. അതിന് മുന്നോടിയായി ഈ ഒരു പരിപാടി ഇത്രയും അധികം വിജയിക്കുന്നത് നിങ്ങൾ ഓരോരുത്തരും നൽകുന്ന പിന്തുണ കൊണ്ടാണ് കേട്ടോ. അതിന് കാരണക്കാരായിട്ടുള്ള എല്ലാ സംഘാടകരെയും അനുമോദിക്കാൻ ഞാൻ ഈ ഒരു അവസരം വിനിയോഗിക്കുകയാണ്. അമ്മയുടെ അനുഗ്രഹം കൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടാണ് ഈ പാട്ടുകളൊക്കെ പാടി നിങ്ങളിലേക്ക് ഹൃദയം കീഴടക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുള്ളത്. ഈ പരിപാടിയുടെ ഏറ്റവും വലിയ വിജയത്തിന് പുറകിൽ ഞങ്ങൾ പാടുന്ന പാട്ടുകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്ന സൗണ്ട് എഞ്ചിനീയർ ഫത്തു കൊല്ലം, അതേപോലെ തന്നെ ഗോകുൽ, അതേപോലെ തന്നെ ലൈറ്റ് എഞ്ചിനീയർ ആയിട്ടുള്ള രാജേഷ്, അതേപോലെ തന്നെ ഇതിന്റെ LED വാൾ നൽകിയിട്ടുള്ള പ്രോ മീഡിയ തുടങ്ങിയിട്ടുള്ള എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുകയാണ്. ഒപ്പം ഈ ഒരു പരിപാടി കോർഡിനേറ്റ് ചെയ്യുന്നതിൽ ഞങ്ങളോടൊപ്പം ശ്രീജിത്ത്, അതേപോലെ തന്നെ നമ്മുടെ കണ്ണൻ എന്ന് വിളിക്കുന്ന അദ്ദേഹമാണ് ഞങ്ങളെ ഈ ഒരു പരിപാടി ബുക്ക് ചെയ്തത്. അദ്ദേഹത്തിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുകയാണ്. നിരവധി പാട്ടുകൾ ഇനിയും നിങ്ങളെ കാത്തിരിക്കുകയാണ്. ഈ പാട്ടുകൾക്കൊപ്പം നിങ്ങൾ ഓരോരുത്തരും ഞങ്ങളോടൊപ്പം കൂടുന്നു, ഞങ്ങൾ ആസ്വദിക്കുന്നു, ഞങ്ങൾ കേൾക്കുന്നു എന്നുള്ളതിലുള്ള സന്തോഷം കൂടെ പങ്കുവയ്ക്കുകയാണ്. ഇനി കുറച്ച് ഫാസ്റ്റ് നമ്പറുകളിലേക്ക് പോവുകയാണ്. ഇനി നിരവധി പാട്ടുകൾ ഇനി നിങ്ങളെ കാത്തിരിക്കുകയാണ്. എല്ലാ പാട്ടുകളും ആസ്വദിച്ച ശേഷം മാത്രമേ പോകാൻ പാടുള്ളൂ. ഒപ്പം പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ കൊടുങ്ങല്ലൂരമ്മയെ കുറിച്ചുള്ള ഞങ്ങളുടെ ആൽബം അഴകി എന്നുള്ള ആൽബം പ്രിയപ്പെട്ടവരെ എല്ലാവരും അത് ഏറ്റെടുക്കണമെന്നും കൂടെ അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവരെയും യൂട്യൂബിൽ, നിങ്ങൾ ഓരോരുത്തരും യൂട്യൂബിൽ അത് കണ്ട് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണം. ഇവിടെ നിന്ന് ഞങ്ങൾ പോകുമ്പോൾ 5 ലക്ഷത്തിലധികം ആളുകൾ കാണുന്ന 3.5 ലക്ഷത്തിലധികം കണ്ടു കഴിഞ്ഞ വീഡിയോയാണ്. അത് 5 ലക്ഷത്തിലധികത്തിലേക്ക് എത്തിക്കണമെന്നും കൂടെ അഭ്യർത്ഥിക്കണം. ഒപ്പം ഞങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളായിട്ടുള്ള റഗാസ ഫോക്ക് ബാൻഡ്, ഹിമാഷിൻജോ, ഇതെല്ലാവരും ഫോളോ ചെയ്യണം, ഞങ്ങളോടൊപ്പം ഉണ്ടാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക് കിടക്കുകയാണ്. അടുത്ത പാട്ട് പ്രിയപ്പെട്ടവരെ അയന എന്നുള്ളൊരു കൊച്ചുമിടിക്കുകയാണ് നമുക്ക് വേണ്ടി പാടാൻ പോകുന്നത്. നമുക്കറിയാം, നാടൻ പാട്ടുകളുടെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ കാർഷിക വൃത്തിയുമായിട്ട് ബന്ധപ്പെട്ട് തൊഴിലിടങ്ങളിൽ അവരുടെ പ്രയാസം ലഘൂകരിക്കുന്നതിന് പാടിയിട്ടുള്ള വാമൊഴിയായും വരമൊഴിയായും പകർന്നു കിട്ടിയിട്ടുള്ള ഒരു സുഹൃതം കൂടിയാണ് അല്ലെ? സംഗീതത്തെ 2 തരത്തിലാണ് കാണുന്നത്. ഒന്ന് ഹൃദയത്തിന്റെ ഭാഷയായിട്ടുള്ള നാടൻ സംഗീതവും, അതേപോലെ തന്നെ ശാസ്ത്രീയ സംഗീതവും. ശാസ്ത്രീയ സംഗീതം രൂപപ്പെടുന്നതിനേക്കാളൊക്കെ എത്രയോ മുമ്പ് തന്നെ
മനുഷ്യർ വാമൊഴിയായും വരമൊഴിയായിട്ടും ഒക്കെ പകർന്നിട്ടുള്ള, അതായത് ആശയവിനിമയം തുടങ്ങിയ കാലഘട്ടം മുതൽ തന്നെ ഇത്തരത്തിലുള്ള നാടൻ പാട്ടുകൾ ഉണ്ട് എന്നാണ് ചരിത്രം പറയുന്നത്. അപ്പോൾ തെക്കൻ കേരളത്തിൽ നിലനിൽക്കുന്ന ഒരു, നമുക്കറിയാം, നേരമ്പോക്കുകൾക്ക് വേണ്ടിയിട്ട് മനുഷ്യർ പാട്ടുകൾ പാടിയിരുന്നു. അധ്വാനത്തിന്റെ ഭാരം ലഘൂകരിക്കുന്നതിനോടൊപ്പം തന്നെ നേരമ്പോക്കുകൾക്ക് വേണ്ടിയിട്ട് മനുഷ്യർ പാട്ടുകൾ പാടിയിരുന്നു. അപ്പം അത്തരത്തിലുള്ള തെക്കൻ കേരളത്തിലെ ഒരു നേരമ്പോക്ക് പാട്ടാണ് നിങ്ങൾക്കായിട്ട് പാടാൻ പോകുന്നത്. അയന എന്ന കൊച്ചുപിടിക്കുകയാണ് നമുക്ക് വേണ്ടി ഈ പാട്ട് പാടുന്നത്. പ്രിയപ്പെട്ടവർ അത് ഏറ്റെടുക്കുക. നേരമ്പോക്ക് പാട്ട് താത്തമ്പി തരികിടത്തും എന്നുള്ളൊരു പാട്ട് നിങ്ങൾക്കായിട്ട് ആലപിക്കുന്നു റഗാസ ഫോക്ക് ബാൻഡ് കൊടുങ്ങല്ലൂർ, ദ വോയിസ് ഓഫ് ഗേൾസ്. താതമ്പി തരികിടതോ തരികുതൈ 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 താതമ്പി തരികിടതോ താതമ്പി തരികിടതോ തരികുതൈ താതമ്പി തരികിടതോ
വളരെ മനോഹരമായ ഒരു നേരം പോകും പാട്ടാണ് നമ്മൾ ആസ്വദിച്ച് മനോഹരമായിട്ടുള്ള നിരവധി പാട്ടുകളിൽ നിങ്ങളെ കാത്തിരിക്കണം. അതിന് മുന്നോടിയായി ഈ ഒരു പരിപാടി ലൈവായിട്ട് ടെലികാസ്റ്റ് ചെയ്യുന്നു ഞാൻ പറയുന്നുണ്ട് അല്ലെ. OCV ആണ് ലൈവായിട്ട് ലോകമെമ്പാടുമുള്ള മലയാളികളിലേക്ക് ഇത് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. രാധാകൃഷ്ണ സാറാണ് അതിന് നേതൃത്വം നൽകുന്നത്. അദ്ദേഹത്തിന് നല്ലൊരു കൈയ്യടി നൽകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. OCV ചാനൽ, അതിനോടൊപ്പം തന്നെ പ്രിയ സഹോദരി, അതുപോലെ തന്നെ നിരവധി ആളുകൾ ക്യാമറ കൈകാര്യം ചെയ്യുന്നതിനായിട്ട് ഇവിടെയുണ്ട്. അവർക്ക് എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ സല്യൂട്ട് നൽകിക്കൊണ്ട് പ്രിയപ്പെട്ടവരെ അടുത്ത പാട്ടിലേക്ക് പോവുകയാണ്. അടുത്ത പാട്ട് ഇതേപോലെ തന്നെ മനോഹരമായ മറ്റൊരു പാട്ടാണ് നമുക്ക് വേണ്ടിയിട്ട് പാടുന്നു ശ്രീലക്ഷ്മി. കേൾക്കണോ പ്രിയ കൂട്ടരെ അല്ലെ. നിങ്ങൾ പലരും കേട്ടിട്ടുള്ളൊരു പാട്ട് കൂടിയാണ്. മനോഹരമായിട്ടുള്ളൊരു പാട്ടാണ് അല്ലെ. ഇഷ്ടപ്പെട്ട പാട്ടാണോ? യെസ്, ആ ഒരു പാട്ടിലേക്ക് കിടക്കണം. അതിനുശേഷം വരുന്ന മറ്റൊരു മനോഹരമായിട്ടുള്ള ഒരു പാട്ടാണ് ഈ അടുത്ത കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിട്ടുള്ള ഒരു പാട്ട് കൂടിയാണ് അതിനുശേഷം വരുന്നത്. ഈ ഒരു പാട്ട് ആസ്വദിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് റഗാസ ഫോക്ക് ബാൻഡ് പ്രിയപ്പെട്ടവരെ കൊടുങ്ങല്ലൂരിൽ നിന്ന് ആരംഭിച്ച് പെൺമക്കളുടെ ശബ്ദമല്ല, വോയിസ് ഓഫ് ഗേൾസ്, കേരളത്തിനകത്തും പുറത്തും വിവിധയിടങ്ങളിൽ നിരവധി പരിപാടികളിലൂടെ ജനമനസ് കീഴടക്കിയ ഒരു സംഘം കൂടിയാണ് എന്റെ പുറകിൽ കാണുന്ന പ്രിയപ്പെട്ട പെൺകുട്ടികളെ എല്ലാവരും പ്രോത്സാഹിപ്പിക്കുന്നതിൽ ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി കൂടി അറിയിച്ചുകൊണ്ട് കേൾക്കണോ പ്രിയ കൂട്ടരെ, നമ്മുടെ ശ്രീലക്ഷ്മിയാണ് ഈ ഒരു പാട്ട് പാടുന്നത്. എല്ലാവരും ഏറ്റെടുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് റഗാസ ഫോക്ക് ബാൻഡ് കൊടുങ്ങല്ലൂർ, ദ വോയിസ് ഓഫ് ഗേൾ. കേൾക്കണോ പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. കേൾക്കണോ പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. കേൾക്കണോ പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. കേൾക്കണോ പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. കൊച്ചി കണ്ടു കൊണ്ടവന്റെ കൊച്ചിയിലറിയുന്നവൾ
താങ്ക് യു പ്രിയപ്പെട്ടവരെ, വളരെയധികം സന്തോഷം. ഈ പാട്ടുകളൊക്കെ നിങ്ങൾ ഇവിടെ ഇരുന്ന് ഏറ്റെടുക്കും. എനിക്ക് ഇവിടെ നിന്നിട്ട് നിങ്ങളെ പലരെ കാണുന്നില്ല കേട്ടോ. അവിടെ അപ്പുറത്തെ സൈഡിലൊക്കെ നിരവധി ആളുകൾ നമ്മളോടൊപ്പം ഡാൻസ് ചെയ്യുന്നുണ്ട്. അവർക്ക് നല്ലൊരു കൂവൽ സമ്മാനമായിട്ട് കൊടുത്തേ. പോരാ, ഒരിക്കൽ കൂടെ. റെഡി, 1 2 3. ഈ ഒരു സ്പിരിറ്റാണ് വേണ്ടത്. അപ്പൊ നിങ്ങളോട് ഞങ്ങൾ ഐക്യദാർഢ്യപ്പെടുകയാണ് പ്രിയപ്പെട്ടവർ. വളരെയധികം സന്തോഷം. ഞങ്ങളോടൊപ്പം ആടിയും പാടിയും ഈ ഒരു സായാഹ്നത്തെ ധന്യമാക്കുന്ന എല്ലാ നല്ലവരായ നാട്ടുകാർക്ക് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിച്ചുകൊണ്ട് അടുത്തത് ഇതേ ജോണറിലുള്ള മറ്റൊരു പാട്ടിലേക്കാണ് പോകുന്നത്. പ്രിയപ്പെട്ടവരെ, കേട്ടോ സ്നേഹിതരെ എന്നുള്ള ഒരു പാട്ട് നമുക്കറിയാം. പ്രണവും ശശി എന്നുള്ളൊരു ആള് പാടി പൊലിപ്പിച്ചിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു പാട്ടാണ്. ഹിമാഷിൻജോ നമുക്ക് വേണ്ടി പാടുകയാണ്. ഹിമാഷിൻജോ നമുക്കറിയാവുന്ന പോലെ നിരവധി ആൽബങ്ങളിലൂടെ ജയലക്ഷ്മി സിൽസിന്റെ ഒക്കെ പരസ്യത്തിൽ ഹിമയാണ്, ഷീമാട്ടി, ക്ഷമിക്കണം, ജയലക്ഷ്മിയല്ല, ഷീമാട്ടിയുടെ പരസ്യത്തിൽ ഹിമയാണ് അതിന് ശബ്ദം നൽകിയതും പാട്ട് പാടിയതും അതിന്റെ സംഗീത സംവിധാനവും നിർവഹിച്ചത് ഹിമ തന്നെയാണെന്നുള്ളൊരു സന്തോഷം കൂടിയുണ്ട്. അതുകൂടി പങ്കുവെച്ചുകൊണ്ട് കേട്ടോ സ്നേഹിതരെ എന്നുള്ള പ്രണവ് ശശിയുടെ മനോഹരമായ ഒരു പാട്ട് നിങ്ങൾക്കായിട്ട് ആലപിക്കുന്നു. ഹിമാഷിൻജോ. തന്നന്ന തന്നന്ന താന തന്നന്ന 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 താനന്ന തന്നന്ന തന്നന്ന താന തന്നന്ന 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 താനന്ന തന്നന്ന താന തന്നന്ന 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 താനന്ന തന്നന്ന തന്നന്ന താന തന്നന്ന 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 താനന്ന തന്നന്ന തന്നന്ന താന തന്നന്ന 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 താനന്ന തന്നന്ന തന്നന്ന താന തന്നന്ന 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 താനന്ന
എല്ലാവർക്കും ശരീരഭാഷയിൽ നന്ദി അറിയിക്കുകയാണ്. അടുത്തത് ഞാൻ നേരത്തെ പറഞ്ഞ പാട്ടാണ് കേട്ടോ. നമുക്കറിയാം ഒരു കമ്പുകളി പാട്ട് എന്നാണ് ഇതിൽ അറിയപ്പെടുന്നത്. പക്ഷെ ഒരുപക്ഷെ അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കും അറിയാനുള്ളൊരു സാധ്യതയില്ല. ആലപ്പുഴ ഡിസ്ട്രിക്റ്റിന്റെ തീരപ്രദേശങ്ങളിലൊക്കെ ജീവിക്കുന്ന മനുഷ്യർ അവരുടെ സന്തോഷവേളകൾക്ക് ഊർജ്ജം പകരുന്ന ഒരു പാട്ടാണ്. ഈ ഒരു പാട്ടിന്റെ പ്രത്യേകത ഈ അടുത്ത കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിട്ടുള്ള ഒരു പാട്ട് കൂടിയാണ്. മോഡി ചെയ്യാറുമാർ ആറുമൽ സ്വാമി അല്ലെ, കേട്ടിട്ടില്ലേ? എവിടെ കേട്ടിട്ടുള്ളവരൊന്ന് കൂവിയെ കേൾക്കട്ടെ. വാവ്, അതന്നെ മോഡി ചെയ്യാറുമാർ ആറുമൽ സ്വാമി എന്നുള്ള മനോഹരമായിട്ടൊരു പാട്ട്. നല്ല ഫാസ്റ്റ് നമ്പറാണ്, എല്ലാവർക്കും ഒരുമിച്ച് അടിച്ചു പൊളിക്കാവുന്ന ഡാൻസ് ചെയ്യാവുന്ന ഒരു പാട്ട് കൂടിയാണ്. ഞങ്ങളോടൊപ്പം ഈ പാട്ടിന് എല്ലാവരും ഒരുമിച്ച് കൂടണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ പാട്ട് പാടുന്നത് ദേവികയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൊടുങ്ങല്ലൂർ നഗരസഭയിലെ കൗൺസിലർ കൂടിയാണ് ദേവിക. മനോഹരമായ ഈ ഒരു പാട്ട് കമ്പുകളി പാട്ട് എന്നുള്ള വിഭാഗത്തിലാണ് അറിയപ്പെടുന്നത്. അതിനോടൊപ്പം തന്നെ ആലപ്പുഴയുടെ തീരപ്രദേശങ്ങളിലൊക്കെ ജീവിക്കുന്ന മനുഷ്യർ അവരുടെ സന്തോഷവേളകൾക്ക് ഊർജ്ജം പകരുന്ന ഒരു പാട്ട് കൂടിയാണ്. മോഡി പാട്ട് നിങ്ങൾക്കായിട്ട് പാടുന്നു ദേവിക, റഗാസ ഫോക്ക് ബാൻഡ്, കൊടുങ്ങല്ലൂർ. മോഡി ചെയ്യാനും മാറുമാറുമൽ സ്വാമി അടിക്കാമോ അടിക്കടിയാറുമൽ സ്വാമി ഇവിടെ 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 മോഡി ചെയ്യാനും മാറുമാറുമൽ സ്വാമി അടിക്കാമോ അടിക്കടിയാറുമൽ സ്വാമി ഇവിടെ
താങ്ക് യു. പ്രിയപ്പെട്ടവരെ, വളരെയധികം സന്തോഷം. മനോഹരമായിട്ട് ഒരു കമ്പുകളി പാട്ടാണ് നിങ്ങൾ ആസ്വദിച്ചത് അല്ലേ? ഈ അടുത്ത കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ ഏറ്റവും അധികം ഏറ്റെടുത്തിട്ടുള്ള ഒരു പാട്ട് കൂടിയാണ്. ഓരോരുത്തരും അത് ഏറ്റെടുത്തതിലുള്ള സന്തോഷം പങ്കുവെച്ചുകൊണ്ട് അടുത്തത് ഒരു യക്ഷിക്കോലത്തിലേക്കാണ് പോകുന്നത്. യക്ഷിപ്പാട്ട് അല്ലേ? യക്ഷിപ്പാട്ട് എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം, യക്ഷികൾ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ പേടി സ്വപ്നമായിരുന്നു അല്ലേ? അതായത് പനയുടെ മുകളിൽ, കരിമ്പനകളുടെ മുകളിൽ കുടികൊല്ലുന്ന യക്ഷി എന്നൊക്കെ പറഞ്ഞ് പാലക്കാടിന്റെ ഭാഗങ്ങളിലൊക്കെ ഇലക്ട്രിസിറ്റി വരുന്നതിനേക്കാൾ മുമ്പുള്ള ഒരുപാട് കുട്ടികളൊക്കെ പേടിപ്പിച്ചിട്ടുള്ള പേടി സ്വപ്നമായിരുന്ന ഒരു കോലമാണ് അത്. യഥാർത്ഥത്തിൽ എല്ലാ ദൈവങ്ങളും അങ്ങനെ തന്നെയാണ്. നമുക്ക് ഭയക്കാനുള്ളതല്ല, നമ്മളെ രക്ഷിക്കാനുള്ളതാണ് ഇത്തരത്തിലുള്ള അല്ലെ. ഇലക്ട്രിസിറ്റിയുടെ വരവോടുകൂടി അത്തരത്തിലുള്ള രാത്രിയിലെ പേടികളൊക്കെ മാറിയില്ല. പ്രേതം, പിശാച്, യക്ഷി എന്നൊക്കെ പറയുന്ന പേടിയൊക്കെ മാറിയെങ്കിലും അത്തരത്തിലുള്ള മനോഹരമായ ഒരു യക്ഷിപ്പാട്ട് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. അതിന്റെ യക്ഷിക്കോലത്തോടു കൂടി പ്രിയപ്പെട്ടവരെ, ഈ ഒരു യക്ഷിക്കോലം നിങ്ങൾക്കായിട്ട് അവതരിപ്പിക്കുന്ന മഹേഷാണ്. ഈ ഒരു പാട്ട് നിങ്ങൾക്കായിട്ട് പാടുന്നത് ഹിമാഷിൻഡു, റഗാസ ഫോക്ക് ബൈ ദ വോയിസ് ഓഫ് ഗേൾസ് നിങ്ങൾക്കായിട്ട് ആലപിക്കുന്നു യക്ഷിപ്പാട്ട്, ഒപ്പം യക്ഷിക്കോലം. തന്നന്നനാനോ താനിനാനോ 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 തന്നന്നനാനോ
യക്ഷിക്കോ പ്രിയപ്പെട്ടവരെ മനോഹരമായ ഒരു യക്ഷിപ്പാട്ടും യക്ഷിക്കോലവുമാണ് പ്രിയപ്പെട്ടവർ നിങ്ങൾ ആസ്വദിച്ചത്. നമുക്ക് സമയത്തിന്റെ പരിമിതി ഉള്ളതുകൊണ്ട് ഒരു അല്പം ഫാസ്റ്റ് ആയിട്ട് പോവുകയാണ്. അടുത്ത നമ്പറിലേക്ക് പോവുകയാണ്. അടുത്ത പാട്ട് പ്രിയപ്പെട്ടവർ വളരെ മനോഹരമായിട്ട് നമുക്ക് ഒരുമിച്ച് ആടിയും പാടിയും രസിക്കാവുന്ന ഒരു പാട്ട് കൂടിയാണ്. എന്റപ്പൻ ചവിട്ടുമ്പോൾ തുടങ്ങുന്ന മനോഹരമായ ഒരു പാട്ട് നിങ്ങളെ ആലപിക്കുകയാണ് വർഷ. പ്രിയപ്പെട്ടവർ റഗാസ ഫോക്ക് ബാൻഡ് കൊടുങ്ങല്ലൂരിൽ നിന്ന് ആരംഭിച്ച് കേരളത്തിനകത്തും പുറത്തും വിവിധയിടങ്ങളിൽ നിരവധി പരിപാടികളിലൂടെ ജനമനസ് കീഴടക്കിക്കൊണ്ടാണ് ഇവിടെ ദേവിയുടെ സന്നിധിയിൽ നിങ്ങൾക്ക് ഈ പാട്ടുകളുമായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. അവധി ദിവസം കൂടിയാണ്. നിരവധി ആളുകളുടെ സപ്പോർട്ട് ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിച്ചുകൊണ്ട് വർഷ നിങ്ങൾക്കായിട്ട് ആലപിക്കുകയാണ്. റഗാസ ഫോക്ക് ബാൻഡിന്റെ അഭിമാന ഗായിക വർഷ നിങ്ങൾക്കായി പാടുകയാണ്. എന്റെ പഞ്ചൗട്ടുമ്പോൾ തുടങ്ങുന്ന മനോഹരമായ ഒരു അടിപൊളി പാട്ട്. റഗാസ ഫോക്ക് ബാൻഡ് കൊടുക്കല്ലോ. എന്റപ്പൻ ചവിട്ടുമ്പോ പൊടി തൂകും മണല് ജീരക മണല് ചെമ്മണല് എന്റപ്പൻ ചവിട്ടുമ്പോ പൊടി തൂകും മണല് ജീരക മണല് ചെമ്മണല് എന്റപ്പൻ ചവിട്ടുമ്പോ പൊടി തൂകും മണല് ജീരക മണല് ചെമ്മണല് എന്റപ്പൻ ചവിട്ടുമ്പോ പൊടി തൂകും മണല് ജീരക മണല്
വാവ്, താങ്ക് യു വെരി മച്ച് ബ്രൂഡർ. അടുത്തത് മനോഹരമായ ഒരു തമിഴ് പാട്ടിലേക്കാണ് പോകുന്നത്. ഒരു സുഹൃത്ത് വന്ന് കേട്ട് എന്റെ അടുത്ത് ആവശ്യപ്പെടുക കൂടിയുണ്ടായി. പൂങ്കുയിലെ എന്നുള്ളൊരു പാട്ടല്ലേ, നിങ്ങൾ കേട്ടിട്ടുള്ളൊരു പാട്ടല്ലേ, എല്ലാവർക്കും ഒരുമിച്ച് അടിച്ചു പൊളിക്കാവുന്ന ഒരു പാട്ട് കൂടിയാണ്. നമുക്കറിയാം നമ്മുടെ മലയാളത്തിലുള്ളത് പോലെ തന്നെ അതിനേക്കാളും വലിയ സംസ്കാരവും സംസ്കൃതിയും നിലനിൽക്കുന്ന തമിഴിൽ നിന്നുള്ള മനോഹരമായ ഒരു ഫോക്ക് സോങ് ആണ് പൂങ്കുയിലെ എന്ന് തുടങ്ങുന്നത്. ഹിമ ഷിൻജോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പൂങ്കുയിലെ എന്ന് തുടങ്ങുന്ന മനോഹരമായ ഒരു ഫോക്ക് സോങ് നിങ്ങൾക്ക് പാടുകയാണ്. മലയാളത്തിന്, അതായത് മലയാളികളായ നമുക്ക് എല്ലാവർക്കും ഇല്ലേ, ഭാഷയ്ക്കും മധുരത്തികൾക്കും അപ്പുറത്ത് കലയെയും സംസ്കാരത്തെയും സ്നേഹിക്കുന്നവരാണ്, ഇഷ്ടപ്പെടുന്നവർ, അല്ല അതിനെ ഉൾക്കൊള്ളുന്നവർ കൂടിയാണ്. അപ്പം അത്തരത്തിലുള്ള പൂങ്കുയിൽ എന്നുള്ളൊരു പാട്ട്, ഞാൻ അദ്ദേഹത്തിന്റെ പേര് ചോദിക്കാൻ മറന്നു, എൻ്റെ അടുത്ത് വന്ന് ആവശ്യപ്പെട്ടിരുന്നു പൂങ്കുയിൽ എന്നുള്ള പാട്ട് പാടുപോയി എന്ന്. ഹിമ അതൊന്ന് പാടണമെന്ന് ആവശ്യപ്പെടുകയാണ്. മനോഹരമായ ഒരു പാട്ടാണ് കേട്ടോ. അപ്പം എല്ലാവരും ഒരുമിച്ച് ചേർന്ന് അടിച്ചു പൊളിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് റഗാസ ഫോക്ക് ബാൻഡ് കൊടുങ്ങല്ലൂർ, ദ വോയിസ് ഓഫ് ഗേൾസ്, പൂങ്കുയിലെ ബൈ ഹിമ ഷിൻജോ. எத்தனை நாளான காத்திருந்தேன், நான் எத்தனை நாளான காத்திருந்தேன், நாளான கன்னி பொண்ணு நானும், வாடத ரோஜா கண்ணு நானும்,
താങ്ക് യു. ആടാത്ത റോസ കണ്ടല്ലേ, എത്ര മനോഹരമായുള്ള പാട്ട്. ഇഷ്ടപ്പെട്ടത് നല്ലൊരു കോലല്ലേ. അത് തന്നെ പ്രിയപ്പെട്ടവർ, ആരുടെയും എനർജി ചോരരുത്. കണ്ടില്ലേ, 2.5 മണിക്കൂറോളായിട്ട് ഞങ്ങളെ പെൺകുട്ടികൾ ഇവിടെ നിന്ന് കയറി ഇത്രയും ആടിയും പാടിയും യാതൊരുവിധ എനർജിക്ക് ഒരു ശോഷണവും സംഭവിച്ചിട്ടില്ല. അതെന്തുകൊണ്ടാണ്? പാട്ടിനോടുള്ള ഒരു താല്പര്യമാണ് അല്ലേ. ഇപ്പൊ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും നൽകുന്ന എനർജിയാണ് ഞങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ പ്രോത്സാഹനം. അതിലൊരിക്കൽ കൂടെ നന്ദി അറിയിച്ചുകൊണ്ട് അടുത്ത പാട്ടിലേക്ക് പോകണം. അടുത്തത് മാണിമുത്തപ്പന്റെ പാട്ടാണ്. നമുക്കറിയാം, മലബാരത്തമ്മയുടെ നേരങ്ങളെയായ മാണിമുത്തപ്പൻ നമുക്ക് വേണ്ടിയിട്ട് പാടുന്ന ഒരു പാട്ടുണ്ട് അല്ലേ. ഈ അടുത്ത കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിട്ടുള്ള ഒരു പാട്ട് കൂടിയാണ്. മനോഹരമായ മാണിമുത്തപ്പന്റെ പാട്ട് നിങ്ങൾക്കായി പാടുന്നു റഗാസ ഫോക്ക് ബാൻഡ് കൊടുക്കല്ലൂർ. പ്രിയപ്പെട്ടവരെ, വളരെയധികം സന്തോഷമുണ്ട്. കാരണം നിങ്ങൾ ഓരോരുത്തരും നൽകുന്ന സ്വീകാര്യതയാണ്. സാധാരണ മറ്റു സ്ഥലങ്ങളിലൊക്കെ പരിപാടി അവതരിപ്പിക്കുമ്പോൾ 10 മണി കഴിയുമ്പോൾ പോലീസ് വന്ന് നിർത്തിക്കാറുണ്ട്. കാരണം പലതരത്തിലുള്ള സംഘർഷാവസ്ഥ, അതേപോലെ തന്നെ ചില രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. പക്ഷെ ഇവിടെ നിങ്ങൾ ഓരോരുത്തരും എല്ലാവരും എത്ര സഹവർത്തിത്വത്തോടെയാണ്, സഹകരണത്തോടെയാണ് പെരുമാറുന്നത്. അതിന് നല്ലൊരു കൈയടി എല്ലാവരും നേർന്ന്. ഒരു നാടിന്റെ ഏറ്റവും വലിയൊരു മഹത്വം കൂടിയാണ്. അതിലൊരിക്കൽ കൂടെ ഞങ്ങളുടെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിച്ചുകൊണ്ട് അടുത്ത പാട്ടിലേക്ക് പോവുകയാണ്. മാണിമുത്തപ്പനെ കുറിച്ചുള്ള ഒരു പാട്ടാണ്. മലബാരത്തമ്മയുടെ നേരാങ്ങളെയായ മാണിമുത്തപ്പന്റെ പാട്ട് നിങ്ങൾക്കായി പാടുന്നു പ്രിയപ്പെട്ടവർ റഗാസ ഫോക്ക് ബാൻഡ് കൊടുക്കല്ലൂർ. ദേവികയാണ് ഈ പാട്ട് നിങ്ങൾക്കായിട്ട് ആലപിക്കുന്നത്.
മനോഹരമായ